പോസ്റ്ററിൽ ശംസുല്ലമയുടെ ഫോട്ടോ ഞാൻ കാണാൻ സാധിച്ചു. സാന്ദ്രമായി സൂചിപ്പിക്കട്ടെ, നല്ല മരണം, ചിരിച്ച് പുഞ്ചിരിച്ച് കലിമ ചൊല്ലി മരിക്കാൻ പറ്റണം, എന്നാലേ കത്തിയാളുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. യഥാർത്ഥ മരണം ഫിഹാലി മൗതിക ലാഹികം മസ്റൂറാ. മഹാനായ കാലഘട്ടത്തിന്റെ അനിഷേധ്യനായ അമരക്കാരനായിരുന്ന മഹാനായ മർഹൂം ശൈഖുനാ ശംസുല്ലമയെ കുറിച്ച് സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ. നല്ല മരണം എന്ന് പറയുമ്പോ, ചിരിച്ചു മരിക്കണമെന്ന് പറയുമ്പോ, മഹാനായ ശൈഖുനാ ശംസുല്ലമയുടെ ഫോട്ടോ പതിച്ച പോസ്റ്റർ കണ്ടപ്പോ ശംസുല്ലമയെ ഓർമ്മപ്പെടുത്തുന്ന സദസ്സായി സദസ്. ആ മഹാനായ ശൈഖുനാ ശംസുല്ലമ ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞത് എങ്ങനെയാ? ചരിത്രത്തിന്റെ ഇന്നലകൾ വിലയിരുത്തുമ്പോ ഈ അടുത്ത കാലത്ത് ഉമ്മത്തിന് ദിശാബോധം നൽകിയ പാണ്ഡിത്യത്തിന്റെ നിറകുടമായിരുന്ന ഒരു കാലഘട്ടത്തിന്റെ മുജദ്ദിദെന്ന് വിശേഷിപ്പിക്കപ്പെട്ട മഹാനായ ശൈഖുനാ ശംസുല്ലമ ഈ ലോകത്തോട് വിട പറഞ്ഞത് എങ്ങനെയെന്നറിയോ? മഹാനായ ശൈഖുനാ ശംസുല്ലമ രോഗം മൂർച്ഛിച്ചുകൊണ്ട് കോഴിക്കോട് ഫാത്തിമ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയാ. അങ്ങനെ ഒരു ദിവസത്തിൽ, ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തെ മഹാനുഭാവന്റെ രോഗം മൂർച്ഛിച്ച് വരികയാണ്. തന്റെ ശിഷ്യങ്ങളെ വിളിച്ചുകൊണ്ട് പറയാ, ഖുർആനോദാൻ. സുബിഹോടടുത്ത സമയമാ. തന്റെ ശിഷ്യഗണങ്ങളെയും കുടുംബത്തെ വിളിച്ചുകൊണ്ട് ഖുർആനോദാൻ ഓർമ്മപ്പെടുത്തുന്നു. എല്ലാവരും ഖുർആനോദുന്നു. യാസീൻ സൂറത്ത് പാരായണം ചെയ്യുന്നു. അങ്ങനെ യാസീൻ ഓതിട്ട് വൈലൈഹി തുർജഊൻ. യാസീൻ പൂർത്തിയായപ്പോ ഫാത്തിമ ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്തുള്ള പള്ളി മിനാരങ്ങളിൽ നിന്ന് അല്ലാഹുവിന്റെ ബാങ്കുലിയുടെ മധുരഗീതനങ്ങൾ പാലിലേക്ക് ഉയർന്നു പോകുകയാ. സുബഹിന്റെ ബാങ്കുലി പൊന്തുകയാ. മധുരഗീതമായ ബാങ്കുലി പള്ളി മിനാരങ്ങളിൽ നിന്ന് പൊന്തിയൊഴുകുമ്പോ മഹാനായ ശൈഖുനാ ശംസുല്ലമ ശാരീരികമായി തളർച്ചയിലായിരുന്ന അസുഖത്തിൽ കിടന്ന ശംസുല്ലമ സുബഹിന്റെ ബാങ്കുലി കേൾക്കുമ്പോ കിടന്ന ആ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റിരുന്ന് കിബിലക്ക് മുന്നിട്ട് ബാങ്കുലിയിൽ നിന്ന് പള്ളി തൊട്ടടുത്ത ഫാത്തിമ ഹോസ്പിറ്റലിന്റെ പള്ളിയിൽ നിന്ന് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന മധുരഗീതങ്ങൾ വാനിലേക്ക് ഉയരുമ്പോ ഓരോന്നിനും ശൈഖുനാ ശംസുല്ലമ ജവാബ് പറയുകയാ. പള്ളി മിനാരത്തിൽ നിന്ന് മുഅദ്ദിനിന്റെ ബാങ്കുലി ശബ്ദം കേൾക്കുമ്പോ ഓരോന്നിനും മക്കമിട്ട് ഉത്തരം പറയാ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ്